സ്വന്തം മരണസന്നമായ നിലയിലിരിക്കുമ്പോഴും ഡോക്ടർ ജവാൻ ആ മദ്രാസിലെ OTC ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 11 വയസ്സായി. ഞാനും ഒരു ബാല സ്വയംസേവകൻ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന് ഒരു 14 വയസ്സ് 15 വയസ്സ്. അദ്ദേഹം ദത്തോപന്ത് തേങ്കിൽജിയോട് കേരളത്തിൽ പോയി സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അന്ന് കേരളം സംസ്ഥാനം എന്ന് പറയുന്നത് ആയിട്ടില്ല. അവർക്ക് പാകിസ്ഥാൻ വേണം എന്നുള്ള നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു അസുരക്ഷിതത്വം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പൂജനീയ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ദത്തോപന്ത് തേങ്കിൽജി കോഴിക്കോട്ട് വന്ന് 42 സംഘത്തിൻ്റെ ആരംഭം കുറിച്ചു. നമസ്തേ. കണ്ണൂരിലെ സംഘകാരണവർ കൊളക്കോട് ചന്ദ്രശേഖരൻജിയാണ് ഇന്ന് എനിക്കിപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാം സംഘത്തിന് 100 വയസ്സാകാൻ പോവുകയാണ്. അങ്ങേക്ക് ഇപ്പോൾ 94 വയസ്സായി. വർഷങ്ങൾ നീണ്ട സംഘപരിവാർ ജീവിതമാണ്. എങ്ങനെയാണ് അതിനെല്ലാം ഓർത്തെടുക്കുന്നത്? എങ്ങനെയാണ് സംഘത്തിലേക്ക് കടന്നു വരുന്നത്? ഓർത്തെടുക്കാൻ സംഘം തലശ്ശേരിയിൽ ആരംഭിച്ചത് 1943 സ്വാതന്ത്ര്യ ലബ്ധിക്ക് കുറച്ച് മുമ്പേ, 5-6 വർഷം മുമ്പേ സംഘത്തിൻ്റെ പ്രവർത്തനം 1942 കോഴിക്കോട് മാന്യ ദത്തോപന്ത് തേങ്കിടി എന്ന നമ്മളെ ഒരു സംഘ പ്രവർത്തകൻ, പ്രചാരകൻ, പിന്നീട് അദ്ദേഹം MP ആയിരുന്നു. BMSൻ്റെ, അതേപോലെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ, അതുപോലെ നിരവധി സംഘത്തിൻ്റെ അംഗങ്ങളുടെ ആരംഭത്തിലുള്ള പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് സംഘത്തിൻ്റെ രണ്ടാമത്തെ സർസംഘചാലക് പൂജനീയ ഗുരുജി ഗോൾവാൾക്കർ, ഡോക്ടർ ജി 1940, അതായത് സംഘം ആരംഭിച്ചത് 1925 നാഗപ്പൂരിൽ ആരംഭിച്ചത്. 40 വരെ ഡോക്ടർ ഹെഡ്ഗവാറുടെ നേതൃത്വത്തിലാണ് സംഘത്തിൻ്റെ പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലേക്കും ക്രമേണ വ്യാപിച്ചത്. അന്ന് പൂജനീയ ഗുരുജി വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനം. പിന്നീട് അദ്ദേഹത്തെ സംഘത്തിൻ്റെ പ്രവർത്തകനായും പ്രചാരകനായും മാറ്റിയെടുത്ത് ക്രമേണ സംഘത്തിൻ്റെ സംഘചാലക് പദവിയിലേക്ക് എത്തിച്ച് അത് ഏൽപ്പിച്ചു കൊടുത്തത് സ്വന്തം മരണസന്നമായ നിലയിലിരിക്കുമ്പോഴും ഡോക്ടർ ജവാൻ ആ മദ്രാസിലെ OTC ഉണ്ടായിരുന്നു. അതിനുശേഷം പൂജനീയ ഗുരുജിയെ അദ്ദേഹത്തിന് ഈ ദായിത്യം, ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു. പൂജനീയ ഗുരുജി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ക്രമേണ സംഘത്തെ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി നല്ല പ്രവർത്തകന്മാരെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ മറ്റൊരു ഫോട്ടോ ഉണ്ട്. മൂന്നാമത്തെ സർസംഘചാലകായിരുന്ന സംഘത്തിൻ്റെ ദേവരസ്ജി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭാവുറാവ് ദേവരസ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ കാര്യമായ സംഘ പ്രചാരകനായിരുന്നു, പ്രധാന പ്രചാരകനായിരുന്നു. അദ്ദേഹത്തെ പ്രദേശിലേക്ക്, കാശി മുതലായ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു. അങ്ങനെ ഗുരുജി അദ്ദേഹം ദത്തോപന്ത് തേങ്കിൽജിയോട് കേരളത്തിൽ പോയി സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അന്ന് കേരളം സംസ്ഥാനം എന്ന് പറയുന്നത് ആയിട്ടില്ല. 57 കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണം. 1942-43 കാലത്ത്
വളരെ ഇവിടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം മുസ്ലിം ലീഗൊക്കെ തന്നെ ഈ മലബാർ ഭാഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു അസുരക്ഷിതത്വം, അതായത് ഞങ്ങൾക്ക് എന്താവാം, ഈ ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ ഭാരതത്തിൽ നാളെ എന്തുണ്ടാകാം, എങ്ങനെ വരും. കാരണം നമ്മളെ മഹാത്മജി നമ്മൾക്ക് ഇവരുടെ മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനൊക്കെ സഹായം ചെയ്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചത്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഹിന്ദുക്കളുടെ ഒരു തരത്തിലുള്ള അസുരക്ഷിതത്വം, അത് സുരക്ഷിതത്വം, അതായത് സുരക്ഷതല്ല, ഞങ്ങൾക്ക് നാളെ എന്താവും, ഇതൊക്കെ തന്നെ എങ്ങനെയൊക്കെയാണ് വെട്ടിമുറിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശക്തനായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന അവരുടെ പ്രവർത്തനത്തിൽ ഗാന്ധിജിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പാകിസ്ഥാൻ വേണം എന്നുള്ള നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു അസുരക്ഷിതത്വം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദുക്കൾ പരസ്പരം വിഭജിച്ച് ജാതിയുടെയും അതേപോലെ തന്നെ തന്മേൽക്കോയ്മയുടെയൊക്കെ തന്നെ ഭാവം വെച്ചുകൊണ്ട് ആ സാധാരണ ഹിന്ദു സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാടൊന്നും 42-43 കാലങ്ങളിൽ ഇല്ലായിരുന്നു. അപ്പോൾ പൂജനീയ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ദത്തോപന്ഥേങ്കിരിജി കോഴിക്കോട്ട് വന്ന് 42 സംഘത്തിൻ്റെ ആരംഭം കുറിച്ചു. അവിടുന്ന് ക്രമേണ അവിടെയുള്ള ചില ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം, അതായത് ആ കാലത്ത് പരസ്പരം പരിചയമുള്ള ആൾക്കാർ, ബന്ധപ്പെടുന്ന ആൾക്കാർ, വക്കീലന്മാർ, അതേപോലെ മറ്റ് സമൂഹത്തിൽ പ്രാധാന്യമുള്ള ആൾക്കാർ, സാമൂതിരി കോവിലകം അന്നവിടെ ശക്തമായ രീതിയിൽ കോഴിക്കോടുണ്ട്. അപ്പോൾ അവിടെയുള്ള തമ്പുരാക്കന്മാർ, രാജാക്കന്മാർ, അവരെ പരിചയമുള്ള മറ്റുള്ള ഭാഗങ്ങളിലെ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായതോടുകൂടിയാണ് വ്യാപിക്കുന്നത്. അപ്പോൾ തേങ്കജി കോഴിക്കോട് വന്ന് സംഘം ആരംഭിച്ചു 42. 43 അന്ന് അദ്ദേഹം അവിടെ നിന്ന് തലശ്ശേരിയിലേക്ക് പ്രവർത്തനത്തിനായി വന്നു. അന്നിവിടെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്രിമിനൽ ലോയർ KT ചന്തുനമ്പ്യാർ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലേശം ഹിന്ദു താല്പര്യമുണ്ടായിരുന്നു. അതായത് ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, അത് പെടുന്നില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുമ്പോൾ അദ്ദേഹം നല്ല വക്കീലാണ്, ക്രിമിനൽ ലോയർ. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ തന്നെ KT ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹം MP ആയിരുന്നു, പിന്നീട് സോഷ്യലിസ്റ്റുകാരനായിരുന്നു. അങ്ങനെ നല്ല സമൂഹത്തിലൊരു സ്ഥാനമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു കത്തും കൊടുത്ത് തേങ്കൽജി തലശ്ശേരി വന്നു. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ചേറ്റംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇവിടെ നിന്ന് ഒരു 2 നാഴിക അങ്ങോട്ട് യാത്ര ചെയ്താൽ കോടതിയുടെ സമീപത്താണ് ആ സ്ഥലം. അപ്പോൾ അവിടെ വന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച്, അപ്പോൾ ശരി, ശാഖ തുടങ്ങാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി. ആദ്യകാലത്ത് നമ്മളെ ഒരു കരുണാകരൻ, TK കരുണാകരൻ എന്ന് പറയുന്നൊരു കരുണാകരൻ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് ചന്തുനമ്പ്യാരുടെ വീട്ടിൽ നേരെ എതിരായിരുന്നു, ഒരു ചെറിയൊരു കാവ് പോലെ സ്ഥലം. അപ്പോൾ അദ്ദേഹവും ഒക്കെ തന്നെ അതിന് തയ്യാറായി അവിടെ ആരംഭിക്കാമെന്ന് വെച്ചു. പക്ഷേ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അത് മുസ്ലിം ഏരിയ ആയിരുന്നു. കൂടുതൽ മുസ്ലിങ്ങളും അതേപോലെ മറ്റ് കോടതിയിലായ ആൾക്കാരൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളോ അവരും കുറവായിരുന്നു. സംഘം ഈ രീതിയിൽ ആരംഭിക്കുമ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ഹിന്ദു ബാലന്മാരെയാണ് ശാഖയിലേക്ക് ആദ്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം അവിടെ ശാഖ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തോന്നി ഇതിനേക്കാളും നല്ല സ്ഥലം തിരുവങ്ങാട് ക്ഷേത്രത്തിന് ചുറ്റുപാടും നിരവധി സ്കൂളുകളും ഡോക്ടർമാരും അതേപോലെ തന്നെ വക്കീലന്മാരും
അതേപോലെ മധ്യവർത്തികളായിട്ടുള്ള സമൂഹത്തിൽ നിരവധി പേരുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവിടെയും കൂടി നോക്കണം എന്നുള്ള നിലയിൽ ഇതിൻ്റെ പിന്നിൽ ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ പിന്നിലുള്ളവർ വീടുണ്ടായിരുന്നു. അത് ഒരു കടത്തനാട്ട് കോവിലത്തുള്ള തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചന്തുമ്പ്യാറായിട്ട് നല്ല പരിചയം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തേക്ക് കൂടി ആരംഭിക്കാൻ വേണ്ടി തേങ്കൽജി അടുത്ത തവണ വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ശാഖ ആരംഭിക്കാൻ തീരുമാനിച്ച് ശാഖ അവിടെ ആരംഭിച്ചുവെങ്കിലും ദൈനംദിന ശാഖകൾ, ഡെയിലി ശാഖ എന്ന് പറഞ്ഞാൽ നിത്യേന 1 മണിക്കൂർ നേരം ശാഖക്ക് കുട്ടികൾ വരണം, പരിപാടികൾ എടുക്കണം, അതിൻ്റെ പ്രവർത്തകന്മാർ വേണം. അങ്ങനെ ഇതിന് പിന്നിലുള്ള ഒരു കടത്തനാട്ട് കോവലത്തിലുള്ള ഒരു തമ്പുരാൻ്റെ വീട്, അയാളുടെ വീടല്ല, അയാൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. അയാളെ സഹോദരിയുടെ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ വാടക എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് അവരുമായി സമ്പർക്കം ചെയ്ത് അവിടെ ശാഖ തുടങ്ങാനുള്ള തീരുമാനമുണ്ടായി. ശാഖ അവിടുന്ന് ചന്തു നമ്പ്യാരും പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലത്താകുമ്പോൾ കുട്ടികളെ കുറേ നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെ ഇവിടെ 10-30ഓളം കുടുംബത്തിലുള്ള കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ശാഖ ആരംഭിച്ചു. ആദ്യകാലത്ത് അങ്ങനെയാണ് ശാഖ അങ്ങനെ ആരംഭം കുറിച്ചത്. അന്ന് അങ്ങേക്കൊരു 10 വയസ്സൊക്കെ കാണുമല്ലേ? അന്ന് എനിക്ക് 11 വയസ്സായി. 11 വയസ്സ്. ഞാനും ഒരു ബാലസ്വയംസേവകൻ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന് ഒരു 10-14 വയസ്സ് 15 വയസ്സ് അദ്ദേഹം വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വരാൻ തുടങ്ങി. അങ്ങനെ ആരംഭം മുതൽക്കേ ശാഖയിൽ വന്നാൽ നമ്മളെയൊന്നും അവരുടെ പരിപാടികളും പോലും പങ്കെടുപ്പിക്കില്ലെങ്കിലും നമുക്ക് ദൂരെ ഇരുന്നത് കാണാൻ കുറച്ച് നേരം താല്പര്യപ്പെട്ട് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ചുറ്റുപാടുള്ള നിരവധി പേര്, ഇന്ന് അധികം പേരും ജീവിച്ചിരിപ്പില്ല, അവരും ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം കുറേ ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇന്ന് 1-2 പേരുള്ളത് ബോംബെയിലൊക്കെ അവിടെയൊക്കെ ഉണ്ട്. രാമനാഥൻ, ഒരു വക്കീലിൻ്റെ മകൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ചില ആൾക്കാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ 2-3 പേരും അധികം പറയാൻ കഴിയില്ല. അങ്ങനെ ശാഖ 1943 ഇവിടെ ആരംഭിച്ചു. പിന്നെ ശാഖ ആരംഭിച്ചതിന് ശേഷം അത് ദൈനംദിനം നടത്തിക്കൊണ്ടുപോകാനും അതിൻ്റെ ക്രമീകരണം പരിപാടികൾ പറയാനും കൊണ്ട് ഒരാൾ വേണ്ടത്. അങ്ങനെയാണ് ആദ്യം തന്നെ നിലമ്പൂർ കോവിലത്തെ TN ഭരതൻ എന്ന് പറയുന്ന ആളുടെ സഹോദരൻ TN മാർത്താണ്ഡൻ, അദ്ദേഹം കോഴിക്കോട് ആണ് താമസമൊക്കെ. അപ്പോൾ മാർത്താണ്ഡവർമ്മ ഇവിടെ ആദ്യത്തെ പ്രചാരകനായിട്ട് തലശ്ശേരി വന്നു. അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രചാരകൻ. അദ്ദേഹം ഈ വീട്ടിൻ്റെ തൊട്ട് ഒരു ഔട്ട് ഹൗസ് ചെറിയൊരു ഇതുണ്ടായിരുന്നു, അവിടെ താമസിച്ചു. അപ്പോൾ ഈ തമ്പുരാൻ്റെ ഒരു മകൻ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ കൂടെ അവിടെ താമസിച്ച് ശാഖയുടെ കാര്യക്രമങ്ങളൊക്കെ തീരുമാനിച്ച് ക്രമേണ ശാഖ വളർന്നു. നല്ല സംഖ്യയിൽ 10-30 കുട്ടികൾ നിരം വരാൻ തുടങ്ങി. ക്രമീകരണത്തിൽ നല്ല പരിപാടികൾ, പുതിയ വഴികൾ, സംഘഗീതങ്ങൾ, അതേപോലെ ലസീം യോഗജാഫ് എന്ന് പറയും. അങ്ങനെയുള്ള ചില ഇതൊക്കെ കൊണ്ടൊന്ന് ആകർഷിച്ച് കുട്ടികളെ ആകർഷിക്കാനൊക്കെ പരിപാടികളായി ശാഖ അങ്ങനെയാണ് ആദ്യമായിട്ട് തലശ്ശേരി ആരംഭിച്ചത്. അങ്ങ് ആദ്യമായിട്ട് ശാഖയിലേക്ക് പോകുമ്പോൾ ഒരു 11 വയസ്സാണ്. പുതിയ ആശയങ്ങളാണ് മുന്നിലേക്ക് വെക്കുന്നത്. അതൊന്നും സംഘവും, അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നും ആ രീതിയിൽ ചിന്തിക്കാനുള്ള കാഴ്ചപ്പാടില്ലല്ലോ. നമ്മൾ ബാലന്മാരാണ്. നമ്മൾക്ക് കളി കൂടുതൽ ആകർഷിക്കുന്നത്, നമ്മൾക്ക് കളി, പാട്ട്. ഇവിടെ അടുത്ത് മഹാക്ഷേത്രമുണ്ട്, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. അതൊരു 2000-ൽ അധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതമാണ് ഞങ്ങളതൊക്കെ. ക്ഷേത്രത്തിൽ വന്ന് കളിക്കുക ഇതൊക്കെയാണ്. ഇതിപ്പോൾ അതിന് പുറമെ നല്ല ഗീതങ്ങൾ, ചെറുപ്പകാലത്തെ നല്ല പാട്ടുകളും ഒക്കെ തന്നെ വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതിലൊക്കെ തന്നെ താല്പര്യപ്പെട്ട്, പിന്നെ ചെറിയ കഥകൾ പറഞ്ഞ് അങ്ങനെ ആരംഭം ആ രീതിയിൽ ഞങ്ങൾക്ക് താല്പര്യപ്പെട്ടു. പിന്നെ കളികളാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ക്രമേണ ഞങ്ങളെയൊക്കെ തന്നെ
ഒരു 10, 11, 15 വയസ്സിനിടയിലുള്ള ഒരു ചെറിയ കിഷോർ സ്വയംസേവകന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളെ കളിക്കാൻ അനുവദിക്കും. അങ്ങനെ ക്രമേണ ഞാനൊരു സജീവ പ്രവർത്തനത്തിൽ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ ശേഷം ജ്യേഷ്ഠനൊക്കെ തന്നെ പിന്നെ ഉപരിപഠനത്തിനൊക്കെ ഇവിടുന്ന് വിട്ടുപോയി. പിന്നെ ഞാൻ പ്രവർത്തകനായി ആ സംഘത്തിൻ്റെ പ്രവർത്തനം അത് വളർന്നു. 1947, 46 അവസാനമാണ് ഇവിടെ പിന്നെ മാർത്താണ്ഡന് ശേഷം മറ്റൊരു പ്രചാരക്ക് വരുന്നത്. അദ്ദേഹം പൂജ്യ മാധവജിയായിരുന്നു. പി മാധവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ഇപ്പോൾ ആഘോഷിക്കുകയാണ്. അതായത് ജന്മശതാബ്ദി. അദ്ദേഹമാണ് പിന്നെ ഇവിടുത്തെ പ്രചാരകനായിട്ട് തലശ്ശേരിയിൽ വന്നത്. അദ്ദേഹവും കോഴിക്കോട് അടുത്ത് തന്നെയാണ്, പന്നിയങ്കരയാണ് അദ്ദേഹത്തിൻ്റെ വീടും ഇതൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് വരുന്നത്, അദ്ദേഹം മദ്രാസിൽ ഈ ഗുരുജിയുടെ പരിചരണത്തിൽ കുറച്ചുണ്ടായിരുന്നു, ചിന്മയ മിഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ തന്നെ താല്പര്യമെടുത്തിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് പോകണമെന്നുള്ള താല്പര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വക്കീലായിരുന്നു കോഴിക്കോട്. അദ്ദേഹത്തിന് താല്പര്യം, ഇയാൾക്ക് വലിയൊരു കുടുംബമാണ്, വലിയൊരു വരുമാനമില്ലാത്ത വക്കീൽ. അപ്പോൾ ഇയാളെ അവിടെ സാമൂറിൻ ഹൈസ്കൂളിൽ ഒരു അധ്യാപകനായിട്ട് ചേർക്കണം താല്പര്യമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് സംഘത്തിൻ്റെ പ്രവർത്തകനായിട്ട് പോകണമെന്നുള്ള താല്പര്യം വന്നപ്പോൾ അത് ഗുരുജിയായി സംസാരിച്ച് അവസാനം അതിനുവേണ്ടി അയക്കാൻ അദ്ദേഹത്തെ അയച്ചു. മാധവജി അറിയാം. പിന്നെ 1988 വരെ കേരളത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പല പല തീരുമാനങ്ങളും പല പല സംഘടനകളും രൂപീകരിച്ച്, നമ്മൾക്കറിയാം വിശാല ഹിന്ദു സമ്മേളനം പോലത്തെ മഹാസമ്മേളനങ്ങളും, അതേപോലെ കേരളത്തിലുള്ള പരിവർത്തനങ്ങൾ, ക്ഷേത്ര സംരക്ഷണ സമിതി അത് കേരള അടിസ്ഥാനത്തിൽ തന്നെ ആരംഭിച്ചു. കേരളപ്പയ്യ ഉണ്ടായിരുന്നു. അതെല്ലാം നിരവധി പരിപാടികൾ, സമിതിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ മാധവജി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്തു. ഇവിടെ 47 കഴിഞ്ഞ് 48 ഗാന്ധി വധത്തോടു കൂടിയിട്ട് പിന്നെ അദ്ദേഹത്തിന് തലശ്ശേരിയിൽ നിൽക്കാൻ കഴിയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കോഴിക്കോടും അതേപോലെ തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് തന്നെ അങ്ങോട്ട് അയക്കേണ്ടതായിട്ട് വന്നു. അതൊക്കെ സംഭവിച്ചു. അപ്പോൾ അദ്ദേഹമായിരുന്നു പിന്നത്തെ പ്രചാരം. മാർത്താണ്ഡൻ വന്ന കാലത്ത് എല്ലാ വീടുകളിലും സമ്പർക്കം ചെയ്ത് നല്ലൊരു പ്രവർത്തനം ചെറുപ്പകാലത്ത് ശാഖയിൽ നല്ല സംഖ്യ ഉണ്ടായിരുന്നു, നല്ല പരിപാടികൾ. അങ്ങനെയാണ് 48 ഗാന്ധി വധം ഉണ്ടാകുന്നത്.